ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരെന്തെങ്കിലും നിങ്ങളോട് മനസ്സുകൊണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ നാളുകൾ, അതെല്ലാം നല്ല നല്ല മൊമെന്റ്സ്, അതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവരുടെ പേരാണെന്നുണ്ടെങ്കിലും ഇവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് നിങ്ങളൊരു റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മുന്നോട്ടേക്ക് ചിന്തിക്കുക. നെഗറ്റിവിറ്റീസ്, കാര്യങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് ഇതൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹെയറോഫന്റ്, പേജ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, മൂൺ എനർജി, ഏസ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, മജീഷ്യൻ, നയൻ ഓഫ് കപ്സ്, ത്രീ ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങൾ അകന്നു പോയിരിക്കുന്ന വ്യക്തികളാണ്. ന്യായമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു ന്യായമായ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകവേ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇടയിൽ ഇല്ലാതെ വന്നതിനെ തുടർന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ, വിശ്വാസക്കുറവുകൾ, ട്രസ്റ്റ് ഇഷ്യൂസ് ഇതെല്ലാം വന്ന് നിറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ സൈലന്റ് ആയിട്ട് നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ച്, നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കാൻ പോലുള്ള മനസ്സ് തരാതെ അവർ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നവരാണ്. കാരണം തെറ്റിദ്ധാരണകളാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു ഫിയർ ഒക്കെ വന്നിട്ടുണ്ട്. ഫിയർ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് വഴക്കുകളോ വാക്ക് തർക്കങ്ങളോ, നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരെ ഒരുപാട് വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും അതിനേക്കാൾ കൂടുതൽ വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു വഴക്ക് ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അത് കുറച്ചധികം ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട്. ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നുണ്ട്. ഈഗോയിസ്റ്റിക് മാത്രമല്ല, ഇവര് കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു വ്യത്യസ്തമായ രീതികളുള്ളവരാണ്. ഇവരുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ അതെല്ലാം വ്യത്യസ്തമാണ്. ഇവർ പറയുന്ന ഒരു കാര്യത്തെ ന്യായമാണ്, അല്ലെങ്കിൽ അതാണ് ജെന്യുവിൻ ആയിട്ടുള്ള കാര്യം, അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിക്കൊക്കെ എത്ര വേണമെങ്കിലും ഇവർ തർക്കിക്കും. അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഏതറ്റം വരെ പോകും എന്ന് പറയുന്നത് പോലെ അവർ അത്രയും ട്രൈ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇവരോട് നിങ്ങൾ ചിലപ്പോൾ തർക്കിച്ചിരിക്കുന്നതൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അത് നിങ്ങൾക്കിടയിലുള്ള ഒരു വിള്ളൽ വീഴാൻ കാരണമായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞതാണെങ്കിലും പിന്നീട് നിങ്ങളുടെ മനസ്സ് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അതേപ്പറ്റി സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവർ നിങ്ങൾക്കൊരു ചെവി തരാതെ നിങ്ങളെ തെറ്റിദ്ധരിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളെ
ഒരു അവരുടേതായ രീതിയിൽ വിലയിരുത്തിയിട്ട് അവർ മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ച് ലോ എനർജിയിൽ നിൽക്കുന്ന സമയത്തിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പൊ നിലവിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജിയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ആ സംഭവിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളിൽ ഇതുവരെ അവരൊരു നിലപാടോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് മനസ്സിലിട്ട് തട്ടിക്കളിച്ച് മുന്നോട്ടേക്ക് പോയവരാണ്. പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ടാന്ന് അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവര് നിങ്ങളോട് ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളോടൊരു ദേഷ്യം, വൈരാഗ്യം അങ്ങനെയൊക്കെ വെച്ചവരാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നതിൽ ഇവരുടെ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ചെറിയ രീതിക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ദേഷ്യമൊക്കെ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും അവരുടെ ദേഷ്യം, ഒരു ഈഗോ അതൊന്നും പൂർണ്ണമായിട്ടും പോയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു മേജർ ഭാഗം അവർക്കൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അവർക്കൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണെങ്കിലും ഏസ് ഓഫ് വാൻസ് ആണെങ്കിലും ഏസ് ഓഫ് സോർഡ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു പുതിയ തുടക്കം വേണം എന്നുള്ള ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആക്ഷനോ അല്ലെങ്കിൽ ചിന്തയിൽ പോലും വരാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫിയർ ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ട്. ഇനി എങ്ങനെ നിങ്ങളെ ഒന്ന് ഫേസ് ചെയ്യും അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ളതൊക്കെ. കാരണം ഒരു സമയം നിങ്ങൾക്കൊരു ചെവി തരാതെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ പോയതായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രത്യേകിച്ച് കുറച്ചൊരു ഈഗോയും കൂടിയൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇപ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം അവരെ അലട്ടുന്നുണ്ട്. അവരൊരു എടുത്തുചാട്ടത്തിന് ചെയ്തതാണോ? കുറച്ചുകൂടെ ഒന്ന് സംയമനം പാലിക്കാമായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണാം. ഒരു വലിയ രീതിയിലുള്ള പെയിൻ അവരെ മനസ്സുകൊണ്ട് അലട്ടുന്നുണ്ട്. അത് അവർ പുറത്ത് എത്ര കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ സോഡ് എനർജിയാണ്. അവർ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത ഇവർ ഒരു ലിമിറ്റിൽ കൂടുതൽ ചിലപ്പോൾ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല. ഇവർക്ക് സങ്കടം വന്നാലും ഇവർ അതിൽ കൂടുതലൊന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ കാണിക്കില്ല. എന്നാൽ ദേഷ്യം അങ്ങനെയല്ല, ദേഷ്യമൊക്കെ കാണിക്കുകയും ചെയ്യും. ദേഷ്യം കാണിച്ചാലും അതും ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈഗോ ആയിട്ടാണ് ഇവർക്ക് പുറത്തേക്ക് വരുന്നത്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ്. എന്നാൽ മനസ്സുകൊണ്ട് നല്ല സ്നേഹമുള്ള വ്യക്തികളുമാണ്. അതൊരു ലിമിറ്റിൽ കൂടുതൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് ഭയങ്കര സ്നേഹമുണ്ടെന്ന്. പക്ഷെ പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് അത് റിയലൈസ് ചെയ്യാൻ സാധിക്കണം എന്നുമില്ല, മനസ്സിലാക്കാൻ പറ്റണം എന്നുമില്ല. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു രീതിയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർ വളരെ കാര്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെ ഇപ്പൊ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ആ രീതിക്കൊക്കെ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഇപ്പോ നിങ്ങളെ ബ്ലോക്ക് ചെയ്തവർ പോയിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ചെയ്തിട്ടും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു അകൽച്ചയിൽ തന്നെയാ. മാനസികപരമായിട്ടൊരു വിള്ളലേറ്റ് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ വീണ്ടും നിങ്ങളിലേക്ക് ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഒരു കാര്യമായ പ്ലാനിങ് ഇവിടെ നടത്തുന്നുണ്ട്. ഏത് രീതിയിൽ വേണം, എങ്ങനെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക്. കാരണം മനസ്സുകൊണ്ട് ഒരു ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു കണക്ഷൻ ഒന്ന് നിലനിർത്തണം. പരസ്പരം ആ ഒരു സ്നേഹത്തെ ഒന്ന് കൈമാറണം. നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പൊ അവർ എന്തായാലും നിൽക്കുന്നത്. ആ ഒരു നിലപാട് അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കും. പാസ്റ്റിൽ കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ദേഷ്യമുണ്ട്, ഭയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഈ റിലേഷൻഷിപ്പിനെ നിലനിർത്തണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ വളരെ ബുദ്ധിയോട് കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാം ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുക എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം പ്ലാനിങ്ങിൽ കരുക്കൾ നീക്കുന്നുണ്ട്. കാരണം നീതിപൂർവം അല്ല പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ക്ലാരിറ്റിയോട് കൂടി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അന്നേ തന്നെ നടത്താൻ ആകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പക്ഷെ ഇപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന തന്നെ ഹെയറോഫന്റ് ആണ്. നിങ്ങൾക്ക് മുന്നിലേക്ക് അവരെല്ലാ ഇമോഷൻസും സറണ്ടർ ചെയ്യണം എന്ന് എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലൂടെ അവരിപ്പോ അവരുടെ ഇമോഷൻസ് അവരുടെ സ്നേഹമൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ പ്രകടിപ്പിക്കാതിരുന്നവരാണെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ കുറച്ചൊക്കെ
കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രകടിപ്പിക്കണം. മുഴുവനായിട്ട് ചിലപ്പോൾ ഇവർക്ക് സാധിക്കണമെന്നില്ല. കാരണം ഇവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത രീതികളായിരിക്കും. പക്ഷെ എങ്കിലും നിങ്ങളുടെ കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യണം. അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റി. അപ്പൊ അവരുടെ ശരീനെ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യത്തിനെ ന്യായീകരിക്കാൻ അങ്ങറ്റം വരെ പോകുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് അവർക്ക് വേണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അതിലൊരു ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് അവരുടെ ഈഗോയൊക്കെ മാറ്റി വെക്കാം, നിങ്ങൾക്ക് മുന്നിലേക്ക് സറണ്ടർ ആകാം എന്നുള്ളൊരു മെന്റാലിറ്റി അവർക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ നമുക്ക് എല്ലാം വന്നിരിക്കുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ബുദ്ധി കൊണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇവര് ഒരു ലിമിറ്റിൽ കൂടുതൽ തല താഴ്ത്തുന്ന വ്യക്തികളല്ല. നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി ഒരു ലിമിറ്റിൽ കൂടുതൽ ആരുടെ മുമ്പിലും നിങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പോലും ഒരു ലിമിറ്റിൽ കൂടുതൽ തലകുനിച്ച് നിൽക്കില്ല. അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്റ്റാൻഡിൽ മാത്രം നിൽക്കുന്നവരാണ്. അതിപ്പോ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. പക്ഷെ അവർ ബുദ്ധിപൂർവ്വം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് അവിടെയും ഇവിടെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അപ്പൊ അതിനു വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം അവർക്ക് മുന്നോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയി അല്ലെങ്കിൽ നിന്നുപോയി നിലച്ചുപോയി അങ്ങനെ നിലച്ചു പോയ ആ ഒരു ബന്ധത്തിൽ അവരായിട്ട് തന്നെ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വളർച്ച വരും. എല്ലാ രീതിക്കും അത് സക്സസ് ആവും, ഫ്യൂച്ചറിലേക്കും വളരെ സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇവരുടെ ഉള്ളിൽ ഒരു സൈഡ് കൊണ്ട് ഈ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും മറു സൈഡ് കൊണ്ട് ഒരു ഭയവും ഉണ്ട്. ഭയം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് ഒരു താഴേക്ക് പോകുമോ, ഇനി അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ലിമിറ്റിൽ കൂടുതൽ ഇമോഷൻസ് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരല്ലാതെ ആയി പോകുമോ, അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലാണ് ഇവർക്ക്. എന്നുവെച്ചാൽ ഇവരുടെ ഈഗോ പോകുമോ എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഭയം. പക്ഷെ എങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തതിന് ശേഷം ബുദ്ധിപൂർവ്വം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ ഒരു വിജയം എന്തായാലും വേണം. വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സംസാരത്തിലൂടെ അതിപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തി ഒരു സമയം ഇവരുടെ രീതിക്ക് അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരി എന്നുള്ള രീതിക്കൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ ഇവർ സാക്രിഫൈസ് ചെയ്യാൻ ഇവിടെ തയ്യാറെടുത്തിട്ടുണ്ട്. എല്ലാം ഇവരാണ് ശരി എന്നുള്ള രീതിക്കൊക്കെ നിൽക്കാതെ നിങ്ങൾ പറയുന്നതും കുറച്ചൊക്കെ കേട്ട് ആ ഒരു രീതിക്കൊക്കെ ഇതിനകത്തൊരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തണം. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ബന്ധത്തിൽ സത്യസന്ധമായ രീതിയിൽ തന്നെ ഒരു നിലനിൽപ്പ് വേണം. അത് മുന്നോട്ടേക്ക് ഒരു വിജയകരമായ രീതിയിൽ കൊണ്ടുപോകണം. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തെ ഇവരുടെ ആ ഒരു സ്നേഹത്തെ ഇവർ നിങ്ങളിലേക്ക് തരാതെ ഇത്രയും നാളും ഹോൾഡ് ചെയ്തു, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തു. അപ്പൊ ആ ഒരു കൺട്രോൾ ചെയ്ത ഇമോഷൻസിനെയൊക്കെ റിലീസ് ചെയ്തിട്ട് അവരുടെ സ്നേഹത്തെ നിങ്ങൾക്ക് നൽകാനും അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ഇപ്പോൾ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് എന്ന് വെച്ചാൽ പ്രാർത്ഥന കാര്യങ്ങൾ അതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒന്നുചേരലിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് ആവുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി തന്നെ ആയിരിക്കാം യൂണിവേഴ്സിന്റെ സഹായത്തോടു കൂടി വെളിപ്പെട്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ. അതുപോലെ നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ ഇവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാനോ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ വീണ്ടെടുക്കാനോ ഒക്കെയുള്ള ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവർ പ്രിപ്പയർ ആവുകയാണ്, ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. ഒരുപാട് വേദനകളൊക്കെ ഈ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങളോട് എത്രത്തോളം അകലം കാണിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞാലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാം അവരുടെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അവർക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ താണു നിൽക്കാനൊന്നും ഇഷ്ടമല്ലാത്ത വ്യക്തികളാണ്. കുറച്ച് ഈഗോ അവർക്ക് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ അവരുടെ ഈഗോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവർ തലകുനിക്കില്ല. അങ്ങനത്തെയൊക്കെ ഒരു മെന്റാലിറ്റി ആയതുകൊണ്ട് അവർക്ക് തന്നെ അത് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും അവർക്ക് അതിന് സാധിക്കുന്നില്ല. സ്വയം വേദനിക്കുക മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്ന
ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന വേരിയേഷൻ, അതോടൊപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് അവരുടെ തോട്ടിൽ ചിന്തകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ രീതിക്കാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിലേക്ക് സറണ്ടർ ആവുക എന്നുള്ള ചിന്തകൾ അപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം നിങ്ങളിലേക്ക് കണക്ട് ആവാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നമുക്കിവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു കുറ്റബോധമൊക്കെ വരുന്നത് കൊണ്ടിട്ട് തന്നെ, കുറ്റബോധം ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും നല്ല രീതിക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്, നീറുന്നുണ്ട്, സ്വയം നീറുന്നുണ്ട് തെറ്റിപ്പറ്റി പോയല്ലോ എന്നുള്ള ചിന്തയില്. അപ്പൊ മനസ്സുകൊണ്ട് അവർ എന്താണ് നിങ്ങളിലേക്ക് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഗോസിപ്പ്, ഹാബിറ്റ്സ്, ഷാഡോ സൈഡ്, unworthy, third party, daydreaming, soul contract, irreplaceable, dishonesty, commitment. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന കോൺവെർസേഷൻ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട്, ഗോസിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനായിട്ട് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെയൊക്കെ രീതിയിൽ പുറത്തു നിന്നുള്ള വ്യക്തികൾ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും തെറ്റിദ്ധാരണയൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞ് പ്രശ്നങ്ങൾ രൂക്ഷമാവാനുള്ള കാരണം. എന്നാൽ ഇപ്പോ ഷാഡോ സൈഡ് ആണ്, അവരുടെ സൈഡ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ അവരിൽ നിന്ന് ഇപ്പൊ അകന്നു നിൽക്കുകയാണല്ലോ, ഇവരായിട്ട് അകറ്റി നിർത്തിയിരിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളും അകന്നു നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അകലത്തിന്റെ ഈ ഒരു ടൈമില് അവര് ആരാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നത്, ആരാണ് ഗോസിപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ആരാണ് തേർഡ് പാർട്ടി ആയിട്ട് പ്രവർത്തിച്ചത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരിപ്പോ നിങ്ങളോട് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളോട് പ്രവർത്തിച്ച രീതിയൊക്കെ സത്യസന്ധമായ രീതിയിലല്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുപറ്റി പോയി എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അതായത് എന്നേക്കാൾ എല്ലാം കൊണ്ട് നീ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി. അതെനിക്ക് വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം എൻ്റെ ഒരു തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നിന്നെ മനസ്സിലാക്കാതിരുന്നത് കൊണ്ടാണ് നമ്മളുടെ ബന്ധം ഇങ്ങനെയായി പോയത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിച്ചു, അതാണ് എൻ്റെ തെറ്റ് എന്നുള്ളത് അവർ ആദ്യമേ നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ നീ എന്നെ ഒരുപാട് മാറ്റി, അല്ലെങ്കിൽ എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സൈഡ് എന്താണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നീ എന്നെ സഹായിച്ചു എന്നുള്ളതും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവരുടെ തെറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇവർ ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന തന്നെ ഹാബിറ്റ്സ് ആണ്. അവർ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പൊ അവരുടെ ആ ഒരു ഹാബിറ്റ്സിനെയൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ മാറ്റാനായിട്ട് അവർക്ക് സാധിക്കില്ല, എങ്കിലും പറ്റുന്ന രീതിയിൽ അവരത് ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പൊ അതൊക്കെ നിങ്ങളോട് അവർ പറയുന്ന മെസ്സേജസ് ആണ്. അതുപോലെ അവരുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും ഇറീപ്ലേസബിൾ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും അവർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. നിന്നോട് ചെയ്തത് ഹോണസ്റ്റി, അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് കുറ്റബോധം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അതിന് ഞാൻ നിന്നോട് എല്ലാ രീതിക്കും ആ ഒരു ക്ഷമാപണം നടത്താൻ തയ്യാറാണ്. കാരണം എൻ്റെ ഓർമ്മകളിൽ ഇപ്പോൾ ഡേ ഡ്രീമിംഗ് ആണ്, എൻ്റെ ഓർമ്മകളിൽ പൂർണ്ണമായിട്ടും നീയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. നീയുമായിട്ട് വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർ നിങ്ങളോട് പറയാണ്. അതുപോലെ തന്നെ സോൾ കോൺട്രാക്ട് ആണ് വന്നിരിക്കുന്നത്. ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാനായിട്ട് സാധിക്കില്ല.
നിനക്ക് പകരം അവിടെ മറ്റൊരാളെ സങ്കല്പിക്കാനും എനിക്ക് ഒരിക്കലും സാധിക്കില്ല. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷെ നിന്നെ എനിക്ക് വേണം, നീയുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീയുമായിട്ട് ആ ഒരു സോൾ കോൺട്രാക്ട് വീണ്ടും നിലനിർത്തി ലൈഫ് ലോങ് ആയിട്ട് ഈ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ഞാൻ നിന്നോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടെ അവർ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കോൺവെർസേഷൻ ആണ്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് ആണ്. അതായത് അവരിപ്പോൾ നിങ്ങളൊന്ന് വിളിക്കാനും നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങളുടെ വോയിസ് ഒന്ന് കേൾക്കാനും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളുകളായിട്ടുണ്ടാവും. ഒരു തുറന്ന സംസാരം, സ്നേഹത്തോടു കൂടിയുള്ള സംസാരം, അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി അതെല്ലാം ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് എല്ലാ രീതിക്കും തരാനും, അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്പേസ് നിങ്ങളുടേതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകി സ്വന്തം തെറ്റുകളെല്ലാം മനസ്സിലാക്കി ഞാൻ നിന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു മെസ്സേജസ് ഒക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അശ്വതി, ഉത്രം. എം എന്നൊരു ലെറ്റർ. 1993 പൈസസ്. മകേരം നക്ഷത്രം. ജെമിനി സോഡിയാക് സൈൻ ആണ്. തിരുവാതിര വിർഗോ സോഡിയാക് സൈൻ ആണ്. കാസർഗോഡ്. ഓഗസ്റ്റ് മന്ത്. എൻ എന്നൊരു ലെറ്റർ. ജൂലൈ മന്ത്. മകം. മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്. 31 പുണർദം. ഉത്രം എഗെയിൻ വന്നിട്ടുണ്ട്. അനിഴം എന്നൊരു സ്റ്റാർ. കൊല്ലം എന്നൊരു ജില്ല വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും, നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.